കാമുകന്മാരായ നായകനും നായികയും ട്രിപ്പ് പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് അവരുടെ വണ്ടി പഞ്ചറായി പോകുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം താമസിക്കുവാനായിട്ട് അടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് വരികയാണ്. ഒരു പഴയ റിസോർട്ടായിരുന്നു അത്. അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതേയുള്ളൂ. കാമുകി രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ പൂളിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. എന്നാൽ അവിടുത്തെ ടെക്നീഷ്യൻ വന്നിട്ട് പൂളിൽ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ടെന്നും മാറണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ കാമുകിയുടെ ഇഷ്ടം മനസ്സിലാക്കിയ കാമുകനാണെങ്കിലോ അവൾ കുറച്ചുനേരം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ടെക്നീഷ്യന് പൈസ കൊടുക്കുകയാണ്. ടെക്നീഷ്യൻ നേരെ വരുന്നത് പൈപ്പ് ലീക്കുള്ളത് റെഡിയാക്കുവാൻ വേണ്ടിയിട്ടും. എന്നാൽ ടെക്നീഷ്യൻ അടുത്തേക്ക് ഒരു മുതല വരുന്നു. ആ മുതലയാണെങ്കിലോ ടെക്നീഷ്യനെ കൊന്നുകളയുകയാണ്. ഇതൊന്നും അറിയാതെ നായിക പൂളിൽ വിശ്രമിക്കുക. അതേസമയം അവർ ഓർഡർ ചെയ്ത ഫുഡ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു പയ്യനും അവിടേക്ക് വരും. അവൻ എത്ര വിളിച്ചിട്ടും നായിക കേൾക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഡോഗിനടുത്ത് ഫുഡ് വെച്ചിട്ടാണ് ആ പയ്യൻ അവിടെ നിന്ന് പോകുന്നതും. പോകുവാനായി പുറത്തേക്കിറങ്ങിയ ആ പയ്യനടുത്തേക്ക് ഒരു മുതല വരുന്നു. ആ മുതല അവനെ കൊന്നുകളയുകയാണ്. കുറേ നേരം കഴിഞ്ഞ് മഴ പെയ്യുവാനായും ആരംഭിച്ചു. നായിക കണ്ണു തുറന്നു നോക്കുമ്പോഴോ പൂളിലെ വെള്ളമെല്ലാം വറ്റിയിരുന്നു. ഏകദേശം ഒരു 20-25 അടി ആഴം തന്നെ ഉണ്ടതിന്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാനായിട്ട് നായിക ശ്രമിക്കുമ്പോഴോ തലയിടിച്ച് വീണ് അവളുടെ ബോധം പോകുന്നു. നായകൻ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ബോധം മറ്റു കിടക്കുന്ന നായികയാണ് കാണുന്നത്. നായികയെ രക്ഷിക്കുവാനായി ശ്രമിക്കുന്ന നായകനും ഒടുവിൽ പൂളിലേക്ക് വീണു പോവുകയാ. രണ്ടുപേരും ആരെങ്കിലും വന്ന് രക്ഷിക്കണേ എന്നൊക്കെ അവിടെ അപേക്ഷിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പൂളിലെ ഡ്രെയിനേജിന്റെ ആ ഒരു മൂടി കാണുന്നത്. നായകനാണെങ്കിൽ ആ ഒരു മൂടി ഓപ്പൺ ആക്കും. എന്നിട്ടവൻ അതിനകത്തു കൂടി ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അടിയിൽ മുഴുവൻ വെള്ളമായിരുന്നു. നീന്താൻ അറിയാത്തത് കൊണ്ട് തന്നെ അവൻ മുകളിലേക്ക് വരും. നായികയോടത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ഡ്രെയിനേജിലൂടെ ഒരു വലിയ മുതല അകത്തേക്ക് വരുന്നത്. മുതല അവരെ ആക്രമിക്കുവാനായും ശ്രമിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ നായകനാണെങ്കിലോ ആ ഡ്രെയിനേജിനുള്ളിലൂടെ തന്നെ മുതലയെ കഷ്ടപ്പെട്ട് ഇടക്കി വിട്ടിട്ട് ആ ഒരു അടപ്പെടുത്തടച്ചിട്ട് രണ്ടുപേരും അതിന് മുകളിലിരിക്കുകയാണ്. അതേ സമയം തന്നെയായിരുന്നു മറ്റൊരു മുതല മുകളിലൂടെ വരുന്നത്. എന്നിട്ട് അവരുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെ കടിച്ച് തിന്നുകളയും. അവർ കരുതിയിരിക്കുന്നത് ഈ ഡ്രെയിനേജിനുള്ളിലൂടെ ഇറങ്ങിപ്പോയ മുതല മുകളിലൂടെ വന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രെയിനേജിലൂടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുവാനായിട്ട് വഴി കിട്ടുമെന്നും അവർ കരുതുന്നു. അതേസമയം നായ്ക്കുട്ടിയെ കൊന്ന മുതലയാണെങ്കിൽ പൂളിലേക്ക് എടുത്ത് ചാടുകയാണ്. മുതല പൂളിലേക്ക് വീഴുന്നത് കണ്ട് നായികയ്ക്ക് മാത്രമല്ലേ നീന്താൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രെയിനേജിനുള്ളിലൂടെ കടന്ന് വഴി കണ്ടുപിടിക്കുവാനായിട്ടും നായകൻ നായികയെ പറഞ്ഞുവിടുന്നു. നായികയാണെങ്കിലോ ഒരു ഘട്ടത്തിൽ വഴി കണ്ടുപിടിക്കുകയാണ്. അതേസമയം ഡ്രെയിനേജിനുള്ളിലും ഒരു മുതലയെ കാണും. അതോടുകൂടി ഒരു മുതലയല്ല, രണ്ട് മുതലയുണ്ടെന്നുള്ള കാര്യം നായികയ്ക്ക് മനസ്സിലായി. അവൾ പുറത്തേക്ക് വന്നിട്ട് നായകനെ ആ ഒരു ഡ്രെയിനേജിനുള്ളിലൂടെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാളും അവസാനം വന്നെത്തിയിരിക്കുന്നതോ ഒരു പുഴക്കരയിലാണ്. രണ്ടുപേരും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം.